സോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെനിക്കിന്റെ ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സെനിക്കിനകത്തുള്ള പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്നാണ്. സോ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് ഓൾറെഡി പല ആൾക്കാർക്കും ഇമെയിൽസ് ഒക്കെ വന്നാണ് സെറ റിലേറ്റഡ്. സെറ എന്ന് പറയുന്നത് ഒരു 4 വലിയ കമ്പനികളുടെ ഒരു കൺസോർഷ്യമാണ്. ഒരു ഒരു ഒത്തുചേരലാണ് സെറ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. സെറ ലൈസൻസ് ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്ന് തന്നെയാണ്. സോ ഇവിടെ നടന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ബ്ലോക്ക് ചെയിൻ ഇൻഡസ്ട്രിയിലുള്ള 4 വലിയ കമ്പനികൾ ഒന്നിച്ചു ചേർന്ന് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുക എന്ന് പറയും. ഏകദേശം 30 ലക്ഷം കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വളരെ വലിയൊരു കാര്യമാണ് സെറയിലൂടെ നടക്കാൻ പോകുന്നത്. ഇവിടെ ബേസിക് ആയിട്ട് ഈ 4 കമ്പനികളിൽ ഒന്ന് ലെയർകെ ആണ്. ലെയർകെ എന്ന് പറയുന്ന കമ്പനി സെനിക്കും LFI എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്നാണ് സെനിക്കിന്റെ ബ്ലോക്ക് ചെയിൻ ലെയർകെ ബ്ലോക്ക് ചെയിനിലേക്ക് മാറിയിട്ടുണ്ട്. ആ ലെയർകെ ബ്ലോക്ക് ചെയിനും ഇതുമായിട്ടാണ് കൺസോർഷ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നിയോ വൺ എന്ന് പറയുന്ന ഒരു ബാങ്കിങ് ഗ്രൂപ്പാണ്. ഏകദേശം 15ഓളം ലൈസൻസുകളുള്ള ഏകദേശം 10-20 രാജ്യങ്ങളിൽ ഓഫീസുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിയോ വൺ എന്ന് പറയുന്നത്. അവരും ഇതിന്റെ ഭാഗമാണ്. 3 ക്വാണ്ടവൈസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ട്രേഡിംഗ് കമ്പനി അല്ലെങ്കിൽ ഒരു AI ബേസ്ഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ കൊണ്ടുവരുന്ന കമ്പനിയും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ്. സോ ഫസ്റ്റ് നമ്മൾ സംസാരിക്കുവാണെങ്കിൽ ലെയർകെ കുറിച്ച് സംസാരിക്കുവാണെങ്കിൽ ഇവിടെ 2 മേജർ ആയിട്ടുള്ള കമ്പനികൾ, ഒന്ന് സെനിക്, രണ്ടാമത് LFI എന്ന് പറയുന്നത് സ്വന്തമായിട്ട് മൊബൈൽ ബ്ലോക്ക് ചെയിൻ മൊബൈലൊക്കെ ഉള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് LFI. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് ലെയർകെ എന്ന് പറയുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മുടെ സെനിക് ബ്ലോക്ക് ചെയിനെ മാറ്റിയിരിക്കുന്നത്. ഇനി ഇതിലൂടെ 3 മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് ക്വാണ്ടവൈസ് എന്ന് പറയുന്ന AI ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിന്റെ ബിനാൻസ് അക്കൗണ്ടിനൊക്കെ ഈ ട്രേഡിംഗ് സോഫ്റ്റ്വെയറുമായിട്ട് നമ്മൾ ലൈസൻസ് പർച്ചേസ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മുതൽ 15% വരെ നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഫുള്ളി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ. ലെയർകെ എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ആൻഡ് ബ്ലോക്ക് ചെയിൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സെനിക്കിൽ പോലെ തന്നെ ഹബ്ബുകൾ പർച്ചേസ് ചെയ്ത് അതുവഴി വരുമാനം ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 3 വാലേകെ എന്ന് പറയുന്നത് നമ്മുടെ എർലി എൻറ്ററിംഗ് മാർക്കറ്റ് പ്ലേസ് ആണ്. നമ്മൾ പല പുതിയ പ്രൊജക്റ്റുകളും വരുന്നത് ഈ വാലേകെ വഴിയായിരിക്കും. സോ നമ്മുടെ എർവിൻ ഡോക്ടർ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ലെയർകെ എന്ന് പറയുന്നത് LK സ്വാപ്പ്, ലോഞ്ച് പാഡ്, LK ഡാവോ, LK വാലറ്റ്, അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി സെനിക്കിന്റെ ഡെബിറ്റ് കാർഡ് ഓൾറെഡി മാർക്കറ്റിൽ ഓൾറെഡി പല ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നൊമോ ആപ്പിൽ തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടെക്നോളജി വൈസ് അപ്ഗ്രഡേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സെനിക്കിൽ നടന്നിട്ടുണ്ട്. സോ ഇത് കൂടാതെ നമ്മൾ ഓൾറെഡി ലെയർകെ എന്ന് പറയുന്ന ഒരു പുതിയ കോയിൻ ആണ്. അവിടെ നിങ്ങൾക്ക് ഓൾറെഡി 5-6 എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോയിൻ ആയിട്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ നടക്കുന്നത് വെച്ചാൽ സെറ എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയും, കേമാൾ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസും, അതുകൂടാതെ ക്വാണ്ടവൈസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടവൈസും ലെയർകെയും മറ്റുള്ള എല്ലാം നമ്മുടെ പ്രൊജക്റ്റുകളാണ്. ലെയർകെയിൽ നമുക്ക് ഹബ്ബുകൾ പർച്ചേസ് ചെയ്യാം. ക്വാണ്ടവൈസിൽ നമുക്ക് ട്രേഡിംഗ് ലൈസൻസ് എടുത്ത് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യാം. ഇനി അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ നിയോ ബേസ് പ്ലാറ്റ്ഫോം നിയോ കാർഡ് ഞാൻ പറഞ്ഞില്ല, ഏകദേശം 15 ലൈസൻസുകളും ഒരു ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനിയാണ്. സോ അത്രയും വലിയ 4 മേജർ ആയിട്ടുള്ള ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള 4 മേജർ ആയിട്ടുള്ള കമ്പനികളുടെ ഒരു ഒത്തുചേരലാണ് സെറ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വലിയൊരു ഹൈപ്പാണ് ഓവറോൾ ഗ്ലോബലി ഈ പ്രൊജക്റ്റുകളിൽ കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന പ്രൊജക്റ്റുകളിൽ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമുക്ക് എന്താണ് നമ്മളിപ്പോൾ സാഫിറിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സാഫിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ ഹബ്ബുകളുടെ എന്താണ് കറന്റ് സിനാരിയോ, അതെങ്ങനെയാണ് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള അവിനോക് ടോക്കൺ ആയിക്കോട്ടെ, ഐ ലവ് സഫീർ ടോക്കൺ ആയിക്കോട്ടെ, യൂറോ കോയിൻ ആയിക്കോട്ടെ, സെനിക് കോയിൻ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് നൊമോ ആപ്പിലേക്ക് കൊണ്ടുവന്ന ശേഷം അവിടുന്ന് നിങ്ങൾക്ക് നമ്മുടെ പുതിയ സെറയിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ്. സോ കമ്പനി ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. ഒന്ന്, നിങ്ങളുടെ ഈ ടോക്കൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെനിക് ആണെങ്കിൽ ബിറ്റ്മാർട്ടിൽ കൊണ്ട് വിൽക്കാം. ഇന്ന് 4-5 സെന്റ് ആണ് ബിറ്റ്മാർട്ടിലെ അതിന്റെ പ്രൈസ്. ഇല്ലെങ്കിൽ അവിനോക്കിനാണെങ്കിൽ 10 സെന്റ് ഉണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ വിൽക്കാം. ഇല്ലെങ്കിൽ നമുക്ക് യൂറോ KV ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 15 സെന്റ് ഒരു ടോക്കന്റെ മുകളിൽ 15 സെന്റ് വെച്ച് നിങ്ങൾക്ക് യൂറോ KV ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറെന്റ് പ്രൊജക്റ്റുകളുടെ ഭാഗമാകുകയും ചെയ്യാം. ഇതുകൂടാതെ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ഹബ്ബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കമ്പനി വരുന്ന സമയങ്ങളിൽ അടുത്തൊരു 1-2 മാസം അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ നടന്നിരിക്കുകയാണ്. അപ്ഡേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കറന്റ്ലി ഉള്ള ഹബ്ബുകൾക്ക് നമുക്ക് എക്സ്ചേഞ്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുവഴി നമുക്ക് ലെയർകെ ടോക്കൺസ് വാങ്ങാനും അതിനെ സ്റ്റേക്ക് ചെയ്ത് അതിലൂടെ വരുമാനം ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സോ അടുത്ത ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം 100% അവർ 15 ഇയേഴ്സ് കഴിയുമ്പോൾ നല്ലൊരു പ്രോഫിറ്റിലേക്ക് സെനിക്ക് മാറാനാണ് 100% ഇവിടെ സാധ്യതയായിട്ട്. അത്രയും വലിയ അപ്ഡേഷൻസുകളാണ് അവിടെ എല്ലാം നടക്കുന്നത്.
സോ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ അവിനോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചോളം 100% വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അവിനോക്ക് അവരുടെ വൂ ട്രാവൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇന്ന് ലോകത്ത്. അത് ഓൾറെഡി ആൾക്കാർ കൊമേഴ്ഷ്യൽ ബുക്കിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ഏകദേശം അവിനോക്കിന്റെ പ്രൈസ് 10 സെന്റിൽ മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 10 മുതൽ 15 സെന്റിന്റെ മുകളിലാണ് ബിറ്റ്മാർട്ടിൽ ട്രേഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് വിൽക്കാൻ ഇപ്പോൾ ഓൾറെഡി സ്റ്റേക്ക് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചുള്ള അവർക്ക് റിട്ടേൺ ഓൾറെഡി വരുന്നുണ്ട്. അത് അവർക്ക് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനുള്ള അവസരവും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് ഇതിനെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ കുറച്ച് ഐഡിയ കിട്ടും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സാഫിർ ആണ് നമ്മുടെ ഇപ്പോഴത്തെ പഴയ പ്ലാറ്റ്ഫോം. ഇപ്പോൾ സേറയിലേക്കാണ് നമ്മൾ മൈഗ്രേറ്റ് ആവുന്നത്. സോ സേറ എന്ന് പറയുന്നത് വളരെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്, വളരെ വലിയൊരു കമ്പനിയാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ സെറ ഡോട്ട് പ്രോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും. കോണ്ടവൈസ് എന്ന് പറയുന്നത് അതേപോലെ ഒരു വളരെ വലിയ കമ്പനിയാണ്. അത് ഇപ്പം ക്രിപ്റ്റോ GPT-യിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഫോറക്സ് GPT-യിലും അവരുടെ ബിസിനസ് കൊണ്ടുവരികയാണ്. നമുക്ക് ഫോറക്സിലും ക്രിപ്റ്റോയിലും രണ്ടിലും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഒരുപാട് വളരെ വലിയ കമ്പനിയാണ്, വളരെ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അടുത്ത ലെയർ കെ 1 എന്ന് പറയുന്നത് സെനിക്കിന്റെ തന്നെ പ്ലാറ്റ്ഫോമാണ്. സെനിക്കും LFIയും ചേർന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവരുടെ വേൾഡിലെ ആദ്യത്തെ ബ്ലോക്ക് ചെയിൻ ഫോൺ ആണ് അവർ ഓൾറെഡി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അത് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും അതിലൂടെ ഉണ്ട്. അതുകൂടാതെ ഇവിടെ നമുക്ക് മിന്റിംഗ് മെഷീൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ് പല പല പ്രൊജക്ടിന്റെ. സോ ഇത്രയും ആണ് നമ്മുടെ പ്രൊജക്ട് റിലേറ്റഡ്. ഇനി എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മൈഗ്രേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതിന് ആദ്യം നമ്മൾ സാഫിർ, നിങ്ങൾ ഓൾറെഡി സെനിക്കിന്റെ ഭാഗമായിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ safir.com-ൽ പോവുക. അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. safir.com-ൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് യൂസർ നെയിം പാസ്വേഡ് വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ആ ലോഗിൻ ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. സെറ മൈഗ്രേഷൻ ക്രെഡൻഷ്യൽ. ഇവിടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഈ യൂസർ നെയിമും ഇമെയിൽ അഡ്രസ്സും കിട്ടും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇമെയിൽ അഡ്രസ്സ് വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ നൊമോ ആപ്പ് കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഫണ്ടുകൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നൊമോയിലേക്ക് ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോൾ ഓപ്ഷൻ്റെ വരും. ഇല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ ID എടുക്കുക. ഈ ഇമെയിൽ ID നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നേരെ access.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുക. നമ്മളിവിടെ കാണുന്ന പോലെ 2access.io, നിങ്ങളിവിടെ കാണുന്ന പോലെ 2access.io എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഇവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. 2access.io എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നമ്മുടെ കറണ്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും പിന്നെ പാസ്വേഡും, ഇത് രണ്ടും ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്താൽ എടുക്കില്ല. നിങ്ങൾ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇമെയിൽ നിങ്ങളുടെ ബാക്ക് ഓഫീസിൽ അവിടെ ഒരു നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു റീസെറ്റ് പാസ്വേഡ് ഓപ്ഷൻ വരും. ആ റീസെറ്റ് പാസ്വേഡ് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നിങ്ങളിവിടെ ഇമെയിൽ കൊടുത്തു, ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ക്യാപ്ച വരും. ആ ക്യാപ്ചയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണിച്ച ഇതേപോലെ സ്റ്റാർ ഉള്ളതെന്ന് ക്ലിക്ക് ചെയ്യാൻ പറയും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇമെയിൽ സെൻഡ് ആവും. അവിടെ പോയിട്ട് നമ്മൾ ഇതിനെ റീസെറ്റ് ചെയ്യണം. നമ്മുടെ ഇമെയിൽ ID ക്ലിക്ക് ചെയ്തിട്ട് പുതിയ പാസ്വേഡ് നമ്മൾ കൊടുക്കണം. ആ പുതിയ പാസ്വേഡ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുക. നമ്മൾ പാസ്വേഡ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കോഡും കൂടെ നമ്മുടെ ഇമെയിലിലേക്ക് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കോഡും കൂടെ വരും. ആ കോഡ് നമ്മൾ OTP വരും. ആ OTP നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്ന 2FAയിലേക്ക് വരിക എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ ഇതേപോലെ ഒരു അക്സെപ്റ്റ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് വരുന്നത് 2FAയുടെ ഒരു ഓപ്ഷനാണ്. ഈ 2FAയുടെ ഓപ്ഷനിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഒതന്റിക്കേറ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോൺ ഉപയോഗിക്കുക. നമ്മുടെ ഈ ഒരു QR കോഡ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഈ QR കോഡ് സൂക്ഷിച്ചു വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു QR കോഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ജനറേറ്റ് ആകുന്ന ഈ QR കോഡാണ് നമ്മുടെ ഗൂഗിൾ ഒതന്റിക്കേറ്റർ കോഡ്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഫോട്ടോ എടുത്ത് ഈ QR കോഡ് സൂക്ഷിച്ചു വെക്കുക. അല്ലെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ഒതന്റിക്കേറ്റർ വെച്ച് നിങ്ങളുടെ QR കോഡിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ലോഗിനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആ കോഡ് വരും. ആ കോഡ് വെച്ച് ഗൂഗിൾ ഒതന്റിക്കേറ്റർ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ ഒതന്റിക്കേറ്റർ ലൈവ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോഗിനിലേക്ക് പോകാം. ആ ലോഗിനിൽ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. കീമാള് മിന്റിങ്, നമ്മളത് സ്കിപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക.
കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ കാണുന്ന പോലെ നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ ചെല്ലും. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ലോഗിൻ ആവും. സോ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ വരും. നിങ്ങളുടെ പേഴ്സണൽ ആണോ അതോ കോർപ്പറേറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പേഴ്സണൽ ആണ് സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അവിടെ ലോഗിന്റെ സമയത്ത് ഒരു ഓപ്ഷൻ വരും ടു എക്സൈസ്. നിങ്ങൾ പേഴ്സണൽ ആണോ ലോഗിൻ, നിങ്ങൾ പേഴ്സണൽ കസ്റ്റമർ ആണോ അല്ലെങ്കിൽ കോർപ്പറേറ്റ്? ഓബിയസ്ലി നമ്മൾ പേഴ്സണൽ ആണ് നമ്മുടെ ഐ ഡി. സോ പേഴ്സണൽ തന്നെ കൊടുക്കുക. സോ അത് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡിയിലേക്ക് വരും. ഐ ഡിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീഷൻ എത്രയാണ്, നമ്മൾ ലോഗിൻ ഡിവൈസ് എത്രയാണ്, ലാസ്റ്റ് പാസ്വേഡ് ചേഞ്ച് ഇത്ര ദിവസം മുമ്പാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. അതിനുശേഷം നമുക്ക് ഇവിടെ പ്ലാറ്റ്ഫോം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 4-5 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ ക്വാണ്ടവൈസ് എന്ന് പറയുന്നത് നമുക്ക് ട്രേഡിംഗിലേക്ക് പോകണമെങ്കിൽ ഇതിനകത്ത് എൻറോൾ ചെയ്യുക. നമ്മുടെ മിന്റിങ്ങിന്റെ ഡീറ്റെയിൽ നമ്മൾ കാണണമെങ്കിൽ നമ്മുടെ ഇവിടെ എൻറോൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് അവിടെ ലോഗിൻ വരുന്നത്. നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലോഗിൻ പേജിലേക്ക് പോവുകയും നമ്മുടെ മിന്റിംഗ് സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസും നമ്മുടെ എത്ര കോയിൻ മിന്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. ഇനി നമ്മൾ കോയിൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ നൊമോ ആപ്പ് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നൊമോ ആപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കോയിനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൊമോ വാലറ്റിലേക്ക് മാറ്റി അവിടുന്ന് വേണമെങ്കിൽ എക്സ്ചേഞ്ചിൽ കൊണ്ട് വിൽക്കാനും പറ്റുന്നതായിരിക്കും. സോ ഇത് കൂടാതെ കമ്പനി 2-3 ഓപ്ഷൻസ് ഇനി അടുത്ത ദിവസങ്ങൾ അതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും അടുത്തൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ വരും. പഴയ നമുക്ക് ഒമി അല്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും ഓൾറെഡി നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്ത് ഉടനെ വരും. പഴയ ഓൾറെഡി സെനിക് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സെനിക് ഹബ്ബ് വാങ്ങിച്ചവർക്ക് അഡീഷണൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അവർക്ക് അവരുടെ ഫണ്ടുകൾ എൻകാഷ് ചെയ്യാനൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം നമുക്ക് നമ്മുടെ ഹബ്ബുകൾ കൊടുത്ത് ലെയർ കെ ടോക്കൺ ഒക്കെ വാങ്ങാം എന്നുള്ളൊരു എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ ടോക്കൺ ഇതേപോലെ മൈഗ്രേറ്റ് ചെയ്യുക. ഈ മൈഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കോയിൻ ട്രാൻസ്ഫറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്ത് നിങ്ങളുടെ ടോക്കൺസിനെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് മിന്റിംഗ് ഉണ്ടെങ്കിലും, അത് നിങ്ങളിപ്പോൾ സിഡി മിന്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മിന്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ടോക്കണുകളെ നിങ്ങളുടെ നൊമോ ആപ്പിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ അവിനോക്കിന്റെ ടോക്കൺ വന്നവർക്കും നൊമോയിൽ നമ്മുടെ അതിന്റെ ഞാൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും, എങ്ങനെയാണ് നമ്മുടെ നൊമോ ആപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. സോ ഇത് ഫസ്റ്റ് ഇത്രയും പ്രയോറിറ്റി ആണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഇത് ചെയ്താൽ നമ്മുടെ ടോക്കൺസ് എല്ലാം നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാം. നിങ്ങളുടെ കോയിൻ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് എക്സ്ചേഞ്ചിലോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് 15 സെന്റ് വെച്ച് നിങ്ങൾക്ക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് 3-4 വേറെ ഓപ്ഷൻസ് ഉണ്ട്. സെറയിൽ എൻറോൾ ചെയ്ത് നമ്മളിപ്പോൾ സെറയിൽ എൻറോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളിവിടെ സെറയിൽ എൻറോൾമെന്റ് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ ലോഗിനിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കെ മിന്റിങ്ങിൽ പോയാൽ നമ്മുടെ മിന്റിംഗ് ഡീറ്റെയിൽസ് ആണ്. സെറ ലോഗിനിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ട്രീയും കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ കാണാം. നമ്മുടെ കംപ്ലീറ്റ് ട്രീയും എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ റാങ്കുകളും കമ്മ്യൂണിറ്റിയും നിങ്ങളുടെ കമ്മീഷൻ ഡീറ്റെയിൽസും പൂൾസും എല്ലാം ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ തന്നെ വിക്കിപീഡിയയിൽ പോയാൽ അവിടെ തന്നെ നമുക്ക് നേരിട്ട് സെറയെക്കുറിച്ചും മറ്റുള്ള പ്ലാറ്റ്ഫോമുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. സോ സെറ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇവിടുത്തെ കംപ്ലീറ്റ് ഡീറ്റെയിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറയിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ പുതിയ ബിസിനസ് ചെയ്യണമെങ്കിലും എല്ലാം നമുക്ക് സെറ വഴിയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നിയോ വണ്ണിൽ പോയാൽ അവിടെ എൻറോൾ ചെയ്യാം. ഈ ക്വാണ്ടവൈസിൽ നമുക്ക് ട്രേഡിംഗ് ബോട്ടുകൾ വേണമെങ്കിൽ അവിടെ എൻറോൾ ചെയ്യാൻ പറ്റും. നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ക്വാണ്ടവൈസിനെ കുറിച്ചും അതിന്റെ ലൈസൻസിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായി അവിടെ ഇൻഫർമേഷൻ കിട്ടും. അതുവഴി നമുക്ക് ലൈസൻസ് എടുത്ത് നമ്മുടെ കണക്ട് ചെയ്ത് നമുക്ക് അതുവഴി പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. സോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് മേജറായിട്ട് നമ്മുടെ മിന്റിംഗ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കെ മിന്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ലോഗിൻ ചെയ്യുക. കെ മാളിൽ പോയാൽ നമുക്ക് പുതിയ ആർക്കെങ്കിലും ഹബ്ബുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് കെ മാളിലാണ്. കെ മാളിൽ നമ്മൾ ലോഗിൻ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ കിട്ടിയ ടോക്കൺ നിങ്ങൾക്ക് വേണമെങ്കിൽ 15 സെന്റിന് കെ മാളിലേക്ക് കൊണ്ടുവന്നിട്ട് ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണമെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം.
സോ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ എല്ലാം അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് കെമാളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പുതിയ മിന്റിങ്ങിന്റെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങാനുള്ള അവസരവും അവിടെ ഉണ്ടാവും. സോ അതും നമുക്ക് ഈ പാസ്വേഡ് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഈ പാസ്വേഡിന് റീസെറ്റ് ഓപ്ഷൻ ഇല്ല. സോ ഈ പാസ്വേഡ് നമ്മൾ എടുക്കുന്നത് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കുക, മറക്കരുത്. സോ ഈ ഒരു പാസ്വേഡ് നിങ്ങൾ കെമാളിൽ കയറുമ്പോഴുള്ള പാസ്വേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെ കൃത്യമായി ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനെ മറക്കരുത്. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ പാസ്വേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്ന. ബാക്കിയുള്ള വരുന്ന അപ്ഡേറ്റ്സുകൾ, കാരണം 100% ഒരു ജെനുവിൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ജെനിക്ക്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ആസ് എ കസ്റ്റമേഴ്സിനും ടീമിനും ഒക്കെ കമ്പനി കൊടുക്കുന്നുണ്ട്. സോ അതിന്റെ അപ്ഡേറ്റ്സുകൾ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, നമുക്ക് ഇതിന്റെ ടെലിഗ്രാമിൽ പോയിട്ട് സെറ പ്രോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മറ്റുള്ള ഡീറ്റെയിലുകൾ കാണാൻ പറ്റും. സെറയുടെ അടുത്ത വരാൻ പോകുന്ന ഇവന്റുകളെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഉണ്ടാകും. സോ അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഇപ്പം സൂം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. ഡെയിലി 5-6 ഡിഫറെന്റ് ലാംഗ്വേജുകളിൽ ഇന്ന് സെറയിൽ സൂം മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. സോ ഇതിനകത്തെല്ലാം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ അത് ഹെൽപ്ഫുൾ ആവും. സോ സെറയുടെ മീറ്റിംഗ് ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2 മണിക്കും 8 മണിക്കും ദുബായ് ടൈമിലുണ്ട്. മറ്റുള്ള ടൈമുകളിലായിട്ട് ഡിഫറെന്റ് ലാംഗ്വേജിൽ മീറ്റിംഗ് നടക്കും. സോ വളരെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് വേൾഡ് വൈഡ് ആസ് എ ജെനിക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. സോ അത് തന്നെയാണ് നമ്മുടെ ആസ് എ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ലോങ് ടേമിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻകം കിട്ടാൻ സാധ്യതയുള്ളൂ. സോ താല്പര്യമുള്ളവർക്ക് പെർട്ടിക്കുലർ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് അവർക്ക് ജോയിൻ ചെയ്യാം. ഇതിനെക്കുറിച്ച് കൃത്യമായി ഡെയിലി വരുന്ന ഇൻഫർമേഷനുകൾ അവിടെ അറിയാനും പറ്റും. ഇതുകൂടാതെ ടൂപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് ഓൾറെഡി കമ്പനി അവർ ടൂപ്പാനിൽ മുടക്കിയ കാശിനുള്ള അവർക്ക് നൊമോ ആപ്പിന്റെ മിന്റിക്ക് വാങ്ങാനുള്ള പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കമ്പനി ഒരു ഓപ്ഷനും കൂടെ കൊടുക്കുന്നത് വെച്ചാൽ അവരിൽ ഇപ്പോഴും ടൂപ്പാൻ മിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ടൂപ്പാൻ മിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ മിന്റ് ചെയ്യുന്ന ടൂപ്പാൻ ടോക്കനെ നേരെ 10 സെന്റ് വെച്ചിട്ട് വീണ്ടും യൂറോ KVയിലേക്ക് കൺവേർട്ട് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ മറ്റുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങാനും ഉപയോഗിക്കാം. സോ ഓൾറെഡി അവർക്ക് കമ്പനി ഒരു ഗിഫ്റ്റ് പോലെ അഡീഷണൽ ടൂപ്പാനിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. സോ വേറെ നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതിന് നിങ്ങളുടെ യൂസർ നെയിം വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.